ഹലോ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ ചെറുപയറും കാമ്പും കൊണ്ട് ഒരു അടിപൊളി തോരൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു അടിപൊളി തോരൻ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിന് ഗുണമുള്ള ഒരു അടിപൊളി തോരനാണ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഇത് ആര് ഇങ്ങനെയാ ഇതെന്തിനാ കയ്യിൽ എണ്ണ ഇട്ടത്? കറയാവാതിരിക്കാനാ. ഇത് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണേ. കൂടെ അതിൻ്റെ ആ നാരും കൂടെ വലിച്ചിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഐസോ? ഇതെന്താ? ഉപ്പേരി വെക്കാനാ? ആരാ കൊണ്ടു തന്നത്? അതിങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്, കഴിക്കാൻ. എന്തിന്? ഇത് ചെറുപയർ, മുളപ്പിച്ച ചെറുപയറാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ വാഴപ്പിണ്ടി ഇത് ചെറുതായിട്ട് നുറുക്കി വെച്ചത് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം പോകാനായിട്ട് വെച്ചേക്കുവാണേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ചെറുപയർ വേവായിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിത് ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക. അതി പൊട്ടിയത്. വറ്റൽ മുളക് കരിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ആകെ മൊത്തം ബഹളമയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വാഴപ്പിണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചെറുപയറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളം ഒന്ന് വറ്റണം അല്ലേ. ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ ചെറുപയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ആവശ്യമുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് തേങ്ങ ചിരകിയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ടായ കുറച്ച് വെള്ളം കൂടെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കേട്ടോ. നമുക്കിതൊന്ന് വേവായോ നോക്കാം കേട്ടോ. വേവായിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഓഫ് ചെയ്യട്ടെ? വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ തേങ്ങ ചിരകിയതും അതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് കുഞ്ഞു ഉള്ളിയും കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് സാദാ ജീരകം, ഒരു 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഒന്ന് ഒതുക്കിയെടുക്കാം, അതായിരിക്കും നല്ലത്. ഇതാണ് നമ്മുടെ ഒതുക്കി വെച്ച തേങ്ങാരപ്പ്. ഇനി ഇതിലേക്കാണ് ഇടാൻ പോകുന്നത്. ഇതിലേക്ക് ചെറുപയർ ഇടാം. നമ്മൾ
മുളപ്പിച്ച് വെച്ച് നമ്മുടെ വേവായ ചെറുപയർ ഇതിലേക്ക് നമ്മൾ തട്ടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് എടുത്തിട്ട് കുറച്ച് കൂട്ടി കഴിച്ച് നോക്കാം അല്ലേ.